പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ ചതികൾ വന്ന് സംഭവിച്ചതിനെ തുടർന്ന് തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മീനുവും മുന്നിലേക്ക് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് മീനു ശിവരഞ്ജിനിയെ ചെന്ന് കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ശിവരഞ്ജിനിയാകട്ടെ തൻ്റെ പുതിയ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇനി എടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ശിവരഞ്ജിനി. ഇതോടെ മീനുവും കാര്യങ്ങൾ ഇനി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടത്തും, പിറകോട്ട് പോകാൻ താനും ഇല്ല എന്നുള്ള തീരുമാനത്തിൽ എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നു. ഇതേ തുടർന്നാണ് പാർവതി ഈ പ്രശ്നത്തെ പറ്റി അറിയാനിടയാകുന്നത്. ഇതോടെ ഞെട്ടിപ്പോകുന്ന പാർവതി എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. ശിവരഞ്ജിനി ഇപ്പോൾ പ്രതികാരം ചെയ്യാനുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചു വേണം ഇനി ഓരോ കാര്യവും നീക്കാൻ. എന്തായാലും തോറ്റ് പിറകോട്ട് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് അമ്മയോട് അവൾ. ഇത് കേട്ടതിനെ തുടർന്ന് പാർവതി ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ശിവരഞ്ജിനി മാഡം, നീയുമായി വളരെയധികം സൗഹൃദത്തിലായിരുന്നല്ലോ. ഇങ്ങനെയൊരു മാറ്റം അവർക്ക് വരുന്നതിന് വേണ്ടി എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യം നീ ആലോചിച്ചോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ മീനു. ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ രഹസ്യം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എന്തായാലും ഇനി ഞാൻ തോറ്റുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെന്തായാലും ഏറ്റുമുട്ടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനും അതിന് തയ്യാറായി തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. ആ ഒരു നിലപാടാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് പാർവതി ആകെ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല. നീ എന്തായാലും ശ്രദ്ധിച്ചു വേണം ഇനി ഓരോ കാര്യവും മുന്നിലേക്ക് കൊണ്ടുപോകാനെന്ന് അറിയിക്കുകയും അവർ വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് പേടിച്ചിരുന്നിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. നമ്മൾ കാര്യങ്ങൾ നേരിടുന്നതിന് തയ്യാറായി മുന്നിലേക്ക് പോവുകയാണ് വേണ്ടത്. അല്ലാതെ എന്താണ് കാര്യം? അവർ എന്തായാലും നമ്മളെ തകർക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവരെ ഭയന്ന് പിറകോട്ട് പോകുന്നത് ശരിയല്ല. ഞാൻ എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും നേരിടാൻ തന്നെയുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പിറകോട്ട് പോകാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ഞാൻ കാര്യങ്ങൾ ശക്തമായി നേരിടുക തന്നെ ചെയ്യും. ഇത് കേട്ടതിനെ തുടർന്ന് പാർവതി ഒടുവിൽ മീനുവിൻ്റെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ എന്തായാലും മീനുവിനെ ഇനി നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ മീനു വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് കാര്യങ്ങൾ സൂരജ് അറിയാൻ ഇടയാകുന്നത്. ഇതോടെ സൂരജ് മീനുവിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു. മീനു, നീ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. നിനക്ക് സഹായം ആവശ്യമാണ്. ആ സഹായം നൽകാൻ എനിക്ക് സാധിക്കും. എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. എന്തു പറയുന്നു? കൂടെ നിൽക്കാൻ ഞാനുണ്ട് എന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുന്ന സൂരജ് അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും ഭയക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മീനു, എനിക്ക് യാതൊരു പേടിയുമില്ല സാർ. എന്തായാലും ഞാൻ എൻ്റെ ബെസ്റ്റ് അത് കൊടുക്കുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും റിസൾട്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. മാറ്റങ്ങൾ
ഉണ്ടാകട്ടെ, തോറ്റുകൊടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു തീരുമാനം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ സൂരജിന്. ഇതോടെ സൂരജ് വളരെയധികം സന്തോഷിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.